എനർജറ്റിക്കായിട്ട് എല്ലാ കാര്യങ്ങളും ഇൻവോൾവ് ചെയ്ത് സന്തോഷപൂർവ്വം ജീവിത വിജയം കൈവരിക്കാമെന്ന് നമ്മൾ 12 ദിവസം പഠിച്ചു. അതിന് ഉദാഹരണം നമ്മൾ പറഞ്ഞു, ഡോക്ടർ അംബേദ്കറൊക്കെ ഏറ്റവും മോശം സാഹചര്യത്തിൽ ജീവിച്ചിട്ട് പിന്നീട് പഠിച്ചു വളർന്ന് അതിനുശേഷം അമേരിക്കയിൽ പോയി നിയമപഠനത്തിൽ ഡിഗ്രി എടുത്തു, പിന്നീട് UK പോയി വേറെ ഉപരിപഠനം നടത്തി. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ അവരാണ് പിന്നീട് നമ്മുടെ ഭരണഘടനയൊക്കെ എഴുതിയത്. അത്രയും മോശമായ അന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും താഴ്ന്ന ജാതിക്കാരനായി ജീവിച്ച് സ്കൂളിൻ്റെ ഒക്കെ പുറത്തുനിന്ന് പഠിക്കേണ്ടി വന്ന വ്യക്തിയാണ് ഈ പറഞ്ഞ ആത്മാഭിമാനം ആത്മവിശ്വാസം ഉണ്ടായിരുന്നുകൊണ്ട് പിന്നീട് വളർന്ന് വലിയ ആളുകളായി മാറിയത്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ജീവിതത്തിലൂടെത്തും തോക്കാതിരിക്കുവാനായിട്ട് വേണ്ടത് ഈ 2 കാര്യമാണ്, ആത്മാഭിമാനവും ആത്മവിശ്വാസവും. ഓക്കെ, അതിനുശേഷം കഴിഞ്ഞ ദിവസം നമ്മളെന്താ പഠിച്ചേ? ഈ ആത്മവിശ്വാസമൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്കൊരു സെൽഫ് എസ്റ്റീമും സെൽഫ് കോൺഫിഡൻസൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അത് ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഇതേപോലെ പ്രസംഗ പരിശീലനമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാനസികമായിട്ട് നമുക്കൊരു കോൺഫിഡൻസ് ഒക്കെ ഫീൽ ചെയ്യും. അപ്പോൾ അതിൻ്റെ സെൽഫ് കോൺഫിഡൻസിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഫസ്റ്റ് ഡേ ചൈനീസ് ചക്കീസും പിന്നെ യൂണോ കാർഡ് വെച്ച് കളിച്ചു. എന്നിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടം ചൈനീസ് ചക്കീസ് ആയിരുന്നു. പിന്നെ കുറച്ച് പുതുമല വളർത്തുന്നത് തന്നെ. ഞാൻ സെയിൻറ്റ് പാട്രിക്സ് അക്കാഡമിയിൽ പഠിക്കുന്നു. മഞ്ഞപ്രേമാണ് പുതുമല വളർത്തുന്നത്. ഞാൻ 6-ന് 7-ലേക്ക് ഇഷ്ടപ്പെട്ട ഞാൻ 4-ന് 5-ലേക്ക് ഞാൻ സെയിൻറ്റ് പാട്രിക്സ് അക്കാഡമിയിൽ പഠിക്കുന്നു. എൻ്റെ പേര് എമ്മ. ഞാൻ സ്റ്റാൻഡപ്പ് സെൻട്രൽ സ്കൂളിൽ നിന്ന് പഠിക്കുന്നു. ഞാൻ കോക്കുന്നലാണ് എൻ്റെ വീട്. ഞാൻ 5-ന് 6-ലേക്ക്. ഈ വെക്കേഷനിൽ ഏറ്റവും ഓർത്തിരിക്കുന്ന ഒരു അനുഭവം എന്താണ്? ഈ വെക്കേഷൻ എൻ്റെ വീട് കോക്കുന്ന്. ഞാൻ പഠിച്ച സ്റ്റാൻഡപ്പ് സെൻട്രൽ സ്കൂൾ 1-ലേക്ക് 2-ലായി. എൻ്റെ വീട് കോക്കുന്നൂരാണ്. ഞാൻ പഠിക്കുന്ന സ്റ്റാൻഡപ്പ് സെൻട്രൽ സ്കൂൾ. ഞാൻ 6-ന് 7-ലേക്ക്. പേര് ഡെൽന റോസ്റ്റിറ്റോ എന്നാണ്. ഞാൻ 10 കഴിഞ്ഞു. 10 വരെ സെൻറ്റ് പാട്രിക്സിലാണ് പഠിച്ചത്. +1 ശ്രീശാരദ കാലടിയിലേക്ക് സ്കൂളിലേക്ക് മാറി. എൻ്റെ വീട് സെപ്പിപുരത്താണ്. എൻ്റെ പേര് ആഗ്നസ് മരിയ പീറ്റർ എന്നാണ്. ഞാൻ വരുന്നത് മഞ്ഞപ്രയിലെ സെപ്പിപുരം ഭാഗത്തു നിന്നാണ്. ഞാൻ ഇനി 7-ന് 8-ലേക്കാണ്. ഞാൻ പഠിക്കുന്നത് സെൻറ്റ് അഗസ്റ്റിൻ UP സ്കൂളിൽ നിന്നും മാർഗസ്റ്റിൻ സ്കൂളിലേക്കാണ് പോകുന്നത്. എൻ്റെ പേര് എലിസബത്ത് ജിനോ. ഞാൻ വരുന്നത് സെമിപുരത്തിൽ നിന്നാണ്. ഞാൻ 8ാം ക്ലാസ്സിലോട്ടാണ്. ഞാൻ പഠിക്കുന്ന സ്കൂൾ സെൻറ്റ് പാട്രിക്സ് ആണ്. എൻ്റെ പേര് ജിനോ ജെജിറ്റോ. ഞാൻ സെൻറ്റ് പാട്രിക്സിലാണ് പഠിച്ചിരുന്നത്. ഇപ്പോൾ ഞാൻ ശ്രീശാരദയിലേക്ക് മാറി. ഞാൻ വന്നത് സെമിപുരത്തിൽ നിന്നാണ്. ഡിയോണിന് വന്നിട്ട് ഇഷ്ടപ്പെട്ടൊരു കാര്യം, ചെയ്ത കാര്യങ്ങളോ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഡിയോൺ പറയാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പറഞ്ഞോ? ഏതെങ്കിലും വിട്ടുപോയാ? സ്ഥലം പറയാൻ വിട്ടുപോയി. ഓക്കെ, ഞാൻ കണ്ണ് ഓടണോ കൈ ഓടണോ നിൽക്കണോ ഒക്കെ നമ്മൾ പറഞ്ഞാൽ വരിക, ശരിയായിട്ട് നിൽക്കുക, ഓരോ സെൻറ്റൻസും പറയുന്ന എല്ലാവരെയും നോക്കി പരമാവധി 3-4 പേരെയും നോക്കി സംസാരിക്കാം. ഈ പറഞ്ഞ കാര്യങ്ങൾ പറയാം. എൻ്റെ പേര് കൃഷ്ണൻ സജി. ഞാൻ മഞ്ഞപ്രയിൽ വരുന്നു. ഞാൻ 8-9-ലേക്ക് ഞാൻ സെൻറ്റ് പാട്രിക്സിൽ പഠിക്കുന്നു. പോസിറ്റീവായിട്ട് എന്താണ് പോസിറ്റീവായിട്ട് കണ്ടത് സ്ട്രാറ്റജീസ് ആയിട്ട് വീട് ഏത് ഭാഗത്താണ്? ഏത് സ്കൂളിൽ? സെന്റ് ആൻസ് പബ്ലിക് സ്കൂൾ വാഴക്കാട്. 4ാം ക്ലാസ്. പേര് എല്ലാവരും ശ്രദ്ധിച്ച പേര് നോക്കി പറഞ്ഞേ. അമേലിയ നൈജോ. അമേലിയ പുതിയ നമ്മുടെ ഒരു സഹപാഠിയാണ്. എൻ്റെ പേര് ആൻഡ്രിയ മരിയ ഐജ. സ്ഥലം ആനപ്പാറ. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? സെന്റ് ആൻസ് പബ്ലിക് സ്കൂൾ വാഴക്കാട്. ഏത് ക്ലാസ് റൂമിൽ പറഞ്ഞു? എത്ര ക്ലാസ്സിലേക്ക് ജയിച്ചിരിക്കുന്നത്? 2ാം ക്ലാസ്. ഓക്കെ,
ഓക്കെ, കൈയടിച്ച്. അതിനകത്തുള്ളവരൊക്കെയായിട്ടല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ സെലിബ്രിറ്റീസ് ആയിട്ട് അല്ല, നഷ്ടപോലെ എവിടെ എത്തിച്ചേരാൻ പറ്റുന്ന നിരാശ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ സ്വയം കോപ്പി ചെയ്യണം. പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഓക്കെ, അടുത്ത വോളണ്ടിയറിന് കൈമുട്ടിയാൽ കണ്ടത് വോളണ്ടിയറിന് കൈമുട്ടിയാൽ കണ്ടത് നമ്മൾ പറഞ്ഞു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ക്രിസ്, ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നിരിക്കുന്ന ആന്റോണിയോ, മുഖ്യ അതിഥിയായ ലൂയിസ് ജോസഫ്, പിന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എൻ്റെ പ്രിയ നാട്ടുകാരെ, എൻ്റെ പേര് ഡെൽന റോസ്റ്റിറ്റോ. ഞാനിവിടെ എത്തിയിരിക്കുന്നത് നിങ്ങളൊക്കെ സ്വാഗതം ചെയ്യാനാണ്. ഈ പരിപാടിയിലേക്ക് നിങ്ങളെല്ലാവരും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നതെന്ന് ഞാൻ അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ക്രിസ്, ഉദ്ഘാടനം നിർവഹിക്കാൻ എത്തിയ ആന്റോണിയോ, വിശിഷ്ട അതിഥി ലൂയിസ് ജോസഫ്, എൻ്റെ കൂട്ടുകാരെ, എല്ലാവർക്കും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ക്രിസ്, ഉദ്ഘാടകനായിത്തിരിക്കുന്ന ആന്റോണിയോ, വിശിഷ്ട അതിഥി ലൂയിസ്, എൻ്റെ പ്രിയ കൂട്ടുകാരെ, നിങ്ങളെല്ലാവരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ക്രിസ്, ഉദ്ഘാടനത്തിന് എത്തിയിരിക്കുന്ന ആന്റോണിയോ, വിശിഷ്ട അതിഥിയായ ലൂയിസ്, എൻ്റെ പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രിയ അധ്യക്ഷൻ ക്രിസ്, ഉദ്ഘാടനത്തിനെത്തിയ ആന്റോണിയോ, വിശിഷ്ട അതിഥി ലൂയിസ് ജോസഫ്, എല്ലാവരെയും നിങ്ങളെല്ലാവരെയും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷൻ ക്രിസ്, ഉദ്ഘാടനത്തിനായി വന്ന ആന്റോണിയോ, വിശിഷ്ട അതിഥി ലൂയിസ് ജോസഫ്, എല്ലാവരും പ്രിയ കൂട്ടുകാരെ, ഈ പ്രോഗ്രാമിലേക്ക് വന്നതിന് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സജി, ഉദ്ഘാടകൻ ആന്റോണിയോ, വിശിഷ്ട അതിഥി ലൂയിസ് ജിനോ, കൂട്ടുകാരെ എല്ലാവർക്കും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സജി, ഉദ്ഘാടകൻ ആന്റോണിയോ, വിശിഷ്ട ലൂയിസ് ജോസഫ്, പിന്നെ പ്രിയ കൂട്ടുകാരെ, ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഉദ്ഘാടനത്തിൽ ആന്റോണിയോ, വിശിഷ്ട അതിഥി ലൂയിസ് ജോസഫ്, പ്രിയ സഹപാഠി കൂട്ടുകാരെ, എൻ്റെ കൂട്ടുകാരെ, ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഉദ്ഘാടകൻ ആന്റോണിയോ, വിശിഷ്ട അതിഥി ലൂയിസ് ജോസഫ്, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷന്റെ മുഖത്തേക്ക് നോക്കിക്കോ. അധ്യക്ഷനാണ് അധ്യക്ഷൻ, ഉദ്ഘാടകൻ വിശിഷ്ടാതിഥി ലൂയിസ് ജോസഫ്, എൻ്റെ പ്രിയ കൂട്ടുകാരെ, എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്ത ദിവസം അധ്യക്ഷൻ, പ്രിയ ഉദ്ഘാടകൻ, വിശിഷ്ട അതിഥി ലൂയിസ്, പിന്നെ വേദിയിലിരിക്കുന്ന മറ്റു കൂട്ടുകാരെ, എല്ലാവരെയും പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ക്രിസ്, ഉദ്ഘാടകൻ ആന്റോണിയോ, മറ്റു വിശിഷ്ട അതിഥികളെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഈ പ്രോഗ്രാമിൽ വന്നത് ഞാൻ എല്ലാവരെയും പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാമിൽ സ്വാഗതം. ഒന്നുകൂടി പറഞ്ഞേ. അത് എന്തോ Dion innovator. ഞാനിത് നീ കണ്ടോന്ന് ചോദിച്ചാ
ഈ വീടിന്റെ ഉടമസ്ഥൻ ഇയാളെ വേസ്റ്റ് കണ്ടില്ല. പക്ഷെ ഇയാൾ ഈ വഴിക്കൂടെ നടന്നു പോണത് ഇയാൾ കണ്ടുകൊണ്ട് മാത്രമാണ് ക്രിസ്റ്റലിനെ ഈ മനു തെറ്റിദ്ധരിച്ചത്. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ക്രിസ്റ്റലിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു വാക്ക് പറയാൻ പറ്റുന്നത്. അല്ല, ജിനോബേബ് പറഞ്ഞില്ല, ആദ്യം തന്നെ ഒരാൾ ഇതിൽക്കൂടെ നടന്നു പോയിപ്പോ ഇതിൽക്കൂടെ മിഠായിയുടെ വേസ്റ്റ് ഇട്ടിട്ട് പോയി. അപ്പൊ ഈ ക്രിസ്റ്റൽ ഇതിൽക്കൂടെ നടന്നു വരുമ്പോ ഈ മാനു ഈ വീടിന്റെ ഉടമസ്ഥൻ ഇയാളെ നോക്കി. അപ്പൊ ഇയാള് വേസ്റ്റ് അവിടെ കിടക്കണുണ്ടോ. അപ്പൊ ആദ്യം ഇയാൾ കണ്ടില്ല, വേസ്റ്റ് ഇടുന്നത് കണ്ടില്ല. പക്ഷെ ക്രിസ്റ്റിനെ മാനു തെറ്റിദ്ധരിച്ചു. അതുകൊണ്ട് മാത്രമാണ് ക്രിസ്റ്റിന്റെ പേരിൽ വാക്ക് പറഞ്ഞത്. ഈ വീടിന്റെ ഉടമസ്ഥൻ ഇയാളെ വേസ്റ്റ് കണ്ടില്ല. പക്ഷെ ഇയാൾ ഈ വഴിക്കൂടെ നടന്നു പോണത് ഇയാൾ കണ്ടുകൊണ്ട് മാത്രമാണ് ക്രിസ്റ്റലിനെ ഈ മനു തെറ്റിദ്ധരിച്ചത്. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ക്രിസ്റ്റലിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു വാക്ക് പറയാൻ പറ്റുന്നത്. അല്ല, ജിനോബേബ് പറഞ്ഞില്ല, ആദ്യം തന്നെ ഒരാൾ ഇതിൽക്കൂടെ നടന്നു പോയിപ്പോ ഇതിൽക്കൂടെ